ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അനുമോളെ ഇന്ന് പച്ചയ്ക്ക് കൊളുത്തുന്നതായാണ് നമുക്ക് എല്ലാ പ്രൊമോകളിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പ്രൊമോ കൂടി ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ പറയുകയാണ്, ഇങ്ങനൊരു ആക്ടിൻ്റെ കൂടെ നിൽക്കാൻ എന്താ കാര്യം നൂറ ആദില. അപ്പോൾ ആദിലയും നൂറയും പറയുകയാണ്, ഡെമോൺസ്ട്രേഷൻ ഒന്നും ചെയ്യണ്ടായിരുന്നു. ലാലേട്ടൻ വീണ്ടും ദേഷ്യത്തോടു കൂടി അവരോട് ചോദിക്കുകയാണ്, പുതപ്പ് എടുത്തുകൊണ്ട് വന്നത് നിങ്ങളല്ലേ? എന്തൊരു നാണം കെട്ട ആക്റ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഓരോ പ്രേക്ഷകരും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇന്ന് ലാലേട്ടൻ പറയുന്നത്. കാരണം ഇത് ഇത്രയധികം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം ഷോയാണ്. ഈ ഒരു ഗെയിം ഷോയിൽ ഇത്രയധികം നിലവാരമില്ലാത്ത രീതിയിൽ ആ ഒരു വിഷയത്തെ ആക്ട് ചെയ്തുകൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് കാണിച്ച ഓരോ കണ്ടസ്റ്റൻസിനും നല്ല രീതിയിൽ തന്നെ കൊടുക്കണം എന്നുള്ളത് ഓരോ പ്രേക്ഷകരുടെയും ആഗ്രഹമാണ്. അതിനുശേഷം ആര്യൻ പറയുകയാണ് ലാലേട്ടനോട്, അനുമോൾക്ക് എന്നെ ഇഷ്ടമായിരുന്നെന്ന് പറഞ്ഞു ശൈത്യയോട്. ആണോ അല്ലേ ശൈത്യ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയണ അത് തമാശയ്ക്ക് പറയുന്നതല്ലേ. ലാലേട്ടൻ വീണ്ടും പറയുന്നുണ്ട്, അതായത് നിങ്ങൾ പറയുന്നതെല്ലാം തമാശകൾ, മറ്റുള്ളവർ പറയുന്നതൊന്നും തന്നെ തമാശ അല്ലെന്നാണോ? എന്താണ് ബിഗ് ബോസിനെ നന്നാക്കാൻ വേണ്ടി ആരും വന്ന് കളിക്കേണ്ട കേട്ടോ എന്നുള്ളത് പറയുന്നുണ്ട്. ആ TRPയുടെ കാര്യം അനുമോള് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് ഒരുപക്ഷെ ഇവിടെ ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അതിനുശേഷം ഞങ്ങൾക്കറിയാം അതെന്ത് ചെയ്യണം എന്നുള്ളത്. ബുദ്ധിമുട്ടുള്ളവർ ആരും തന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഇറങ്ങിപ്പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും അനുമോളുടെ ദിവസമാണ് എന്നുള്ളത് ഈ ഒരു പ്രൊമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം എല്ലാ പ്രൊമോയിലും അനുമോളെ പച്ചയ്ക്ക് നിർത്തിക്കൊണ്ട് ലാലേട്ടൻ പൊരിച്ചെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അനുമോൾ പറഞ്ഞിരിക്കുന്നതും അത്തരം ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിൻ്റെ യാഥാസ്ഥിതി എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. സോ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത്. ഇന്ന് മറ്റെന്തൊക്കെ വിഷയങ്ങൾ ലാലേട്ടൻ സംസാരിക്കും എന്നത്, ഓരോരുത്തരുടെയും നിലപാടുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതെല്ലാം ഇന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തരുടെ തമാശകൾ അത് തമാശ മാത്രമായി നിൽക്കുന്നില്ല, അത് മറ്റുള്ളവരുടെ ലൈഫിനെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യമെല്ലാം ഒരുപക്ഷെ ഇന്ന് ബിഗ് ബോസ് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.